ഹലോ ഗൈസ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അങ്ങനെ സെൽറ്റ വിയാഗോ ബെർണാബിൽ പോയിട്ട് റയൽ മാഡ്രിഡിനെ പഞ്ഞി കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും വേസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. ഇപ്പോൾ ബാഴ്സലോണയാണ് നിലവിൽ ഒന്നാമെന്ന് പറയാം. 4 പോയിന്റ് ഗ്യാപ്പായി. അതൊരു വലിയ ഗ്യാപ്പ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ബാഴ്സലോണക്ക് ആശ്വസിക്കാം. അടുത്ത കളിയാണെങ്കിൽ മാൻ സിറ്റി ആയിട്ടാണ്, അതും ചാമ്പ്യൻസ് ലീഗിൽ. ഈ കളി വെച്ച് എന്നാൽ എന്തായാലും അവർ അടിച്ചിടും. സോ റയൽ മാഡ്രിഡിന് എന്തായാലും പണിയായിരിക്കുള്ളൂ നിലവിൽ. എംബാപ്പയുടെ ഫോമൊന്നും ഇപ്പൊ നിലവിൽ കണ്ടിട്ടില്ല. പിന്നെ റെഡ് കാർഡായിരുന്നു. ആ റെഡ് കാർഡിന് ശേഷം റയൽ മാഡ്രിഡ് തകർന്നു എന്ന് വേണമെങ്കിൽ പറയാം. സെൽറ്റ വിയാഗോ വെറുതെ ജയിച്ചല്ല, അവർ പോരാടി തന്നെ ജയിച്ചാന്ന് പറയാം. ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ജയിച്ചത്. നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്തു. അവരുടെ ഗോളുകളാണെങ്കിൽ അടിപൊളി തന്നെയായിരുന്നു. ആ ഒരു ഗോൾ എന്തായാലും കോട്ടോ ഒരിക്കലും മറക്കില്ല. കാരണം ആളെ മടക്കിയാണ് അടിച്ചതെന്ന് പറയാം. ആ പാസിംഗ് ആണെങ്കിൽ ടീം പ്ലേ തന്നെ ഇരുന്നത്. ആ ഒരു ഗോള് എന്തായാലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരിക്കും നിലവിൽ കോട്ടുവക്ക്. അത്രയും ടോപ്പായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു സ്വീഡ്ബർഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. പിന്നെ അവരുടെ ഗോൾ കീപ്പർ, അവനെടുത്ത സേവിന് എന്താണ് കയ്യും കണക്കില്ലെന്ന് പറയാം. അത്രയും സേവുകളാണ് ആൾ എടുത്തുകൊണ്ടിരുന്നത്. വെച്ചാൽ ടോപ്പ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. സാധാരണ കോട്ട് വേണം ഇങ്ങനെ ചെയ്യാറ്, പക്ഷേ ഇന്ന് നേരെ മറിച്ചാണ് വന്നതെന്നുള്ളതാണ്. ആരെയൊക്കെയോ പ്രാർത്ഥന വലിച്ചു എന്ന് വേണം പറയാൻ. അപ്പോൾ ബാഴ്സക്ക് എന്തായാലും ഒരു ആശ്വാസമായിട്ടുണ്ട്. നമ്മൾ എടുത്തു പറയാൻ എനിക്ക് തോന്നിയത് ചൗമിനിയുടെ ഒരു പെർഫോമൻസ് ആണ്. ആൾ അത്യാവശ്യം ഡീസൻ്റ് ആയിരുന്നു ടീമിന് വേണ്ടി കളിക്കാനായിട്ട്. എല്ലാ കോൺട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ആൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും വേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ബാക്കി എല്ലാവർക്കും ചാൻസുകൾ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്കത് ഫിനിഷ് ചെയ്യാനോ ഗോളുകളാക്കി മാറ്റാനോ ഒന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ വേസ്റ്റ് ആയിട്ടുള്ള മത്സരമായിരുന്നു. 4 ബിഗ് ചാൻസ് ആണ് മിസ് ചെയ്തതെന്ന് പറയാം. റയൽ മാഡ്രിഡിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ കാണാത്തൊരു കാര്യം വരുന്നത്. പിന്നെ 2-0 ഒരു തോൽവി അത്രയും വലുത് തന്നെയാണ്, അതും ബെർണാബോയിൽ. പിന്നെ ഡിഫൻസ് ഒക്കെ വെറുതെ വേസ്റ്റ് ആണെന്ന് പറയാം. ഒട്ടും എന്താ പറയുക, സോളിഡ് അല്ല. ഒരുപാട് ഇഞ്ചറികൾ വന്നിട്ടുണ്ട്. റയൽ മാഡ്രിഡിന് എന്തായാലും ആശ്വസിക്കാൻ പറ്റൂല. അവർ വിഷമകരമായി തന്നെയാണ് ഇരിക്കണത്. ഹാഫ് ടൈം എത്തിയപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഡ്രോ തന്നെ ആയിരുന്നു മാച്ച്. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ ഒരു വിജയം മണക്കുമെന്ന് വിചാരിച്ചു റയൽ മാഡ്രിഡിന്. പക്ഷെ എന്നിട്ടും റയൽ മാഡ്രിഡിന് വിജയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പതിയെ ട്രോഫി കൈവിട്ട് പോണ പോലെയാണ് റയൽ മാഡ്രിഡ് ഫാൻസിന് ഇപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്നത്. ബെല്ലിഹാമിനൊക്കെ ഇഞ്ചറി വന്നിട്ടുണ്ട്. ടോട്ടൽ ഒരു ഇഞ്ചറി ക്രൈസിസിലാണ് ഇപ്പം നിലവിൽ റയൽ മാഡ്രിഡ്. അത് മാത്രമല്ല എഡർ മിലിറ്റാവോന് ഇഞ്ചറി പറ്റിയിട്ടുണ്ട്. ടോട്ടലി ടീം ഒട്ടും എന്താ പറയുക, ഇന്നലത്തെ മാച്ച് ഒട്ടും സോളിഡ് അല്ല എന്ന് പറയാം. സാബി അലോൻസോന്റെ ടാറ്റിക്സ് ആണെങ്കിലും ആൾ ബയർ ലെവർകൂസൻ ഈ ചെയ്ത പല കാര്യങ്ങളും ഇവിടെ വർക്ക് ആവുന്നില്ല എന്നാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു വൺ മാൻ ഷോയിലായിരിക്കും റയൽ മാഡ്രിഡ് ജയിക്കണം. പുള്ളിയുടെ ഒരു പ്യുവർ ടാറ്റിക്സ് ഇവിടെ വന്നിട്ടില്ല എന്ന് പറയാം. ഒരു എന്താ പറയുക, ഒരു ഫ്രീ ഫ്ലോയിങ് ഫുട്ബോൾ ഇവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഒട്ടുമിക്ക കളിയിൽ നമുക്കറിയാം എംബാപ്പയുടെ ഗോളിലൊക്കെ ആയിരിക്കും വിജയിക്കണം. പുള്ളിയുടെ ഒരു ടാറ്റിക്സ് വർക്കൗട്ട് ആവുന്നില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ചില സമയങ്ങളിൽ അത് വർക്കൗട്ട് ആവാറുണ്ട്. ഇപ്പൊ റയൽ മാഡ്രിഡ് എന്തായാലും ഒരു ക്രൈസിസിലാണ്. നമുക്കറിയാം റയൽ മാഡ്രിഡ് ആണ്. അപ്പൊ എന്തായാലും തിരിച്ചു വരും അവര്.